inside my own world of make-believe. Kids screaming in the cradles, profanities. I see the world through ice covered in ink and bleach. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ചെയ്ത് നോക്കാൻ പോകുന്നത് വെച്ചാൽ 700 റുപ്പീസിൻ്റെ അടിയിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഹെഡ്ഫോണാണ്. വൺ ഓഫ് എ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഹെഡ്ഫോണാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബോയുടെ ONBI 8AA008 എന്നുള്ള മോഡലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അൺബോക്സിങ് ആൻഡ് റിവ്യൂ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് മല്ലു ഡിസ്കവറി TV എന്നുള്ള ഒരു ചാനലാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അവരാണ്. നമുക്ക് ഈ പ്രോഡക്റ്റ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ടെക് റിലേറ്റഡും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിൽ വീഡിയോ ഉണ്ടാക്കുന്ന ഒരു ചാനലാണ്. അപ്പോൾ 40K സബ്സ്ക്രൈബേഴ്സിൻ്റെ മേലെ അവർക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കണ്ട് കിടക്കാം. അപ്പോൾ ബോക്സുമ്പോൾ തന്നെ നമ്മളെ ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബോയുടെ ഒരു ലോഗോ ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഹെഡ്ഫോൺസ് കാണാൻ പറ്റും. തുടക്കത്തിൽ തന്നെ ഒരു പാക്കേജിൽ ഹെഡ്ഫോൺസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ചാർജിങ് കേബിള്, അതേപോലെ തന്നെ കൂടുതലായിട്ട് വല്ല ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ബഡ്സ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊരു മാനുവൽ ഗൈഡ്, അതുപോലെ തന്നെ ഒരു താങ്ക് യു കാർഡ്, അങ്ങനത്തെ ഒരു ഇതായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റായിട്ട് അടിയിൽ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ഈ പാക്കേജിൻ്റെ ഉള്ളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ബഡ്സ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പല ഡിസൈനായിട്ട് ഇതിപ്പോൾ നമ്മൾ പാക്കേജിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചാൽ ഈ ഹെഡ്ഫോൺസിൻ്റെ ഉള്ളിൽ വലുതുണ്ടാവുക, അതിൻ്റെ ചെറുത്, അതേപോലെ തന്നെ പല സൈസിലും, അതേപോലെ തന്നെ നമുക്ക് കേടായാലും മാറ്റി വെക്കാനുള്ള ബഡ്സ് അവർ തന്നിട്ടുണ്ട്. ഒരു നല്ലൊരു ഓപ്ഷനാണത്. അടുത്ത് നമുക്ക് ചാർജിങ് കേബിൾ നോക്കാം. അപ്പോൾ നമുക്ക് ചാർജിങ് കേബിൾ എന്ന് പറഞ്ഞാൽ Type-C ഒന്നല്ല, നോർമലായിട്ടുള്ള ചാർജിങ് കേബിൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ചാർജിങ്ങിൻ്റെ ടൈം എന്ന് പറയുന്നത് അവർ പറയണത് 2 hours ചാർജ് ചെയ്താൽ 6 hours വരെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിനുശേഷം നമുക്ക് മെയിനായിട്ടുള്ള കാര്യം ഒന്ന് നോക്കാം, നമ്മുടെ ഹെഡ്ഫോൺ. അപ്പോൾ ഹെഡ്ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം അത്രയും ചീപ്പ് ക്വാളിറ്റി പ്ലാസ്റ്റിക് അല്ല, കാണുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ തന്നെ പ്രീമിയം ലുക്ക് ഉണ്ട്. അതേപോലെ തന്നെ അവർ ബ്രാൻഡിങ് ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈ എന്നുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഈ പ്രൈസ് റേഞ്ചിലാണെങ്കിലും നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതെന്ന് വെച്ചാൽ മാഗ്നറ്റാണ്, ജസ്റ്റ് ഇവിടെ ഒട്ടി നിൽക്കും, ജസ്റ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ. അതൊരു നല്ല രീതിയിലുള്ളൊരു നല്ലൊരു ഫീച്ചറാണ് മാഗ്നറ്റിൻ്റെ കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ പവർ ഓൺ ആവാനും അതേപോലെ തന്നെ പവർ ഓഫ് ആവാനും ജസ്റ്റ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇനി ഗുണങ്ങളും ദോഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ഞാനിപ്പോൾ 2 days യൂസ് ചെയ്യുന്നത് നല്ല ഹെവി ആയിട്ട് തന്നെ യൂസ് ചെയ്ത് ഗെയിമിങ്ങിലാണെങ്കിലും അതേപോലെ തന്നെ കോൾസിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ മ്യൂസിക് പിന്നെ എഡിറ്റിംഗ് കാര്യത്തിലായാലും നല്ല ഹെവി ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു ഒരു ഡെയിലി ഒരു 2 നേരം ചാർജ് അങ്ങനത്തെ രീതിയിലാണ് ചാർജ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നേരം എനിക്ക് ചാർജ് കുറയുന്നുള്ളൊരു ഫീല് വന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം അത്യാവശ്യം നേരം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇപ്പോൾ ഒരു 1.5 hours 2 hour ചാർജ് വെച്ചാൽ അവരാവശ്യപ്പെടുന്നത് 6 മണിക്കൂറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അവർ പറയുന്നത്. ഒരു 5 മണിക്കൂർ 4-5 മണിക്കൂർ നമുക്ക് ഏകദേശം എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നല്ലൊരു ഈ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. ഈ പ്രൈസ് റേഞ്ചിൽ നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്, അതും എനിക്കൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ ബാസ് എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ നല്ലൊരു ബാസാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ നല്ല ക്ലാരിറ്റിയിലും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഡിസൈനിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു ഗ്രിപ്പാണ്. അത് എത്ര ഇളകിയാലും ചാടിയാലും മറിഞ്ഞാലൊന്നും ഇത് നിലത്ത് വീഴില്ല. അതുപോലെ തന്നെ നമുക്കൊരു ക്ലിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് കോളർമ ബാക്കിലായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് വീണ് പോകുന്നുള്ള പേടി വേണ്ട. പിന്നെ ഇതിൻ്റെ ദോഷമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പവർ ഓൺ പവർ ഓഫ് ആ സ്വിച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇത് ജസ്റ്റ് വലിപ്പം കൂടിയും തോന്നി, കാരണം കഴുത്തിൽ കിടക്കുമ്പോൾ ഇത്തിരി വലിപ്പം പോലെ തോന്നി. പിന്നെ ഇതിൽ എനിക്കൊരു നെഗറ്റീവ് പോയിൻ്റായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ജിമ്മിന് കാര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതൊരു അവർക്ക് ശരിക്കും പറ്റില്ല, കാരണം ഇതിൽ നമ്മളെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുള്ള ഭാഗത്ത് വേറൊരു ക്ലോസിങ്ങും കാര്യങ്ങളില്ല. അപ്പോൾ വേർപ്പ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ അങ്ങനെ കേടാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് നോക്കുകയാണെങ്കിൽ അത് എനിക്കൊരു നെഗറ്റീവ് പോയിൻ്റായിട്ട് തോന്നി, ജിമ്മിൽ പോകുന്ന ആൾക്കാർ അങ്ങനത്തെ രീതിയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ. അല്ലാത്ത നോക്കുമ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ ഇത്ര നല്ല ക്വാളിറ്റി മ്യൂസിക്, അതുപോലെ തന്നെ
ഇത്രയും നല്ലൊരു ബ്രാൻഡ് നമുക്ക് ഈ പ്രൈസ് റേഞ്ചിലുണ്ടെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ മേടിക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു ഹെഡ്ഫോണാണെന്ന് ഞാൻ പറയും. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്ര ഉള്ളൂ. ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. പ്രോഡക്റ്റ് ബൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ബൈ ചെയ്യാൻ പറ്റും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ആദിൽ സൈനിങ് ഔട്ട്.